सरस्वती नमस्तुभ्यं वरदे कामरूपिणी विद्यारम्भं करिष्यामि सिद्धिर्भवतु मे सदा. വിജ്ഞാനത്തിന്റെയും സംഗീതത്തിന്റെയും കലയുടെയും ദിവ്യരൂപമായ സരസ്വതി ദേവിക്ക് സമർപ്പിച്ചിരിക്കുന്ന ഏറ്റവും ആദരണീയമായ ചില ക്ഷേത്രങ്ങളിലൂടെ ഇന്ന് ഞങ്ങൾ ആകർഷകമായ ഒരു യാത്ര ആരംഭിക്കുകയാണ്. നിങ്ങൾ ഒരു ആത്മീയ അന്വേഷകനോ ചരിത്രപ്രേമിയോ ജിജ്ഞാസയുള്ളവരോ ആകട്ടെ, ഈ പര്യവേക്ഷണം സമ്പന്നമാകുമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. ഇന്ത്യയിലുടനീളവും അതിനപ്പുറവും 1500-ലധികം ക്ഷേത്രങ്ങളുള്ള ഭക്തിയെയും പഠനത്തെയും പ്രചോദിപ്പിക്കുന്ന ഏറ്റവും പ്രശസ്തമായ ചിലത് നമുക്ക് പര്യവേക്ഷണം ചെയ്യാം. ഇന്ത്യയിലും വിദേശത്തുമുള്ള 1500-ലധികം സരസ്വതി ദേവി ക്ഷേത്രങ്ങളുടെ ലൊക്കേഷനുകൾ നൽകി ഞാൻ ഒരു ഗൂഗിൾ മാപ്പ് സൃഷ്ടിച്ചു. ഈ ഭൂപടവും പ്രശസ്തമായ 20 സരസ്വതി ദേവി ക്ഷേത്രങ്ങളുടെ വിശദാംശങ്ങളും ക്ഷേത്രദാനത്തിലെ എന്റെ ബ്ലോഗിൽ നൽകിയിട്ടുണ്ട്. വെബ് ലിങ്ക് വിവരണത്തിൽ നൽകിയിരിക്കുന്നു. തമിഴ്നാട്ടിലെ മയിലാടുതുറയിൽ നിന്ന് 22 കിലോമീറ്റർ അകലെയാണ് കൂത്തന്നൂർ അരുൾമിகு സരസ്വതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ചരിത്രപരമായി അമ്പൽപുരി എന്നറിയപ്പെടുന്ന ഈ പുണ്യസ്ഥലം ഗംഗ, യമുന, സരസ്വതി എന്നീ നദികളുടെ സംഗമസ്ഥാനമായ സമ്പന്നമായ നാടോടിക്കഥകളുടെ പേരിൽ ആദരിക്കപ്പെടുന്നു. സരസ്വതി ദേവിയെ സ്തുതിച്ച് കവികളായ ഒറ്റക്കൂത്തറും കമ്പാറും ഇവിടെ പാടി. പൗർണമി രാത്രികളിൽ കുട്ടികളെ ധാരാളം ഇവിടെ കൊണ്ടുവരികയും തേനിൽ മുക്കിയ ഒരു വടി ഉപയോഗിച്ച് അവരുടെ നാവുകളിൽ ഓം എന്ന വാക്ക് എഴുതുകയും ചെയ്യുന്നു. അത്തരം കുട്ടികൾ മികച്ച പ്രാസംഗികർ, കവികൾ, സംഗീതജ്ഞർ എന്നിവരായി വികസിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഹൈദരാബാദിൽ നിന്ന് 240 കിലോമീറ്റർ അകലെ തെലങ്കാനയിലെ ബാസറിൽ ഗോദാവരി നദിയുടെ തീരത്താണ് പുരാതനവും പ്രശസ്തവുമായ ശ്രീജ്ഞാന സരസ്വതി ദേവസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. ഐതിഹ്യം അനുസരിച്ച് വേദവ്യാസ മഹർഷി നദിയിൽ നിന്ന് 3 ബക്കറ്റ് മണൽ കൊണ്ടുവന്ന് ദുർഗ, ലക്ഷ്മി, സരസ്വതി എന്നീ 3 വിശുദ്ധ ത്രിമൂർത്തികളുടെ വിഗ്രഹങ്ങൾ സ്ഥാപിച്ചു. വ്യാസൻ വളരെക്കാലം ഇവിടെ താമസിച്ചിരുന്നതിനാൽ ഈ പട്ടണത്തെ വ്യാസപുരി, വ്യാസര എന്ന് വിളിക്കുകയും പിന്നീട് ബാസാര എന്ന പേര് ലഭിക്കുകയും ചെയ്തു. ഈ മഞ്ഞൾ മാത്രം കഴിക്കുന്നത് നിങ്ങൾക്ക് വലിയ അറിവും ജ്ഞാനവും നൽകുമെന്ന് ശക്തമായി വിശ്വസിക്കപ്പെടുന്നു. മംഗലാപുരത്ത് നിന്ന് 100 കിലോമീറ്റർ അകലെ സഹ്യാദ്രിയിലെ സമൃദ്ധമായ പർവ്വതനിരകൾക്കിടയിൽ ശൃംഗേരിയിൽ തുംഗ നദിയുടെ തീരത്താണ് 1200 വർഷം പഴക്കമുള്ള ശ്രീ ശാരദാംബ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ആദിശങ്കരൻ തന്നെ ശാരദ ദേവിയെ ആരാധിക്കുകയും 4 പീഠങ്ങളിൽ ആദ്യത്തേതായി അടയാളപ്പെടുത്തുകയും ചെയ്തു. ശാരദാംബ ക്ഷേത്രത്തിലെ പ്രധാന ദേവതയായ ശാരദ ദേവി ചക്രപീഠത്തിൽ ഇരിക്കുന്നു. ഒരു തത്വ ജപമാലയുമായി കൈയുടെ മുകളിൽ ഇരിക്കുന്നതായി കാണാം. ചന്ദനം കൊണ്ട് നിർമ്മിച്ച ആദ്യത്തെ പ്രതിമ ആദി ശങ്കരാചാര്യർ സ്ഥാപിക്കുകയും പിന്നീട് 14-ാം നൂറ്റാണ്ടിൽ ഒരു സ്വർണ്ണ പ്രതിമ സ്ഥാപിക്കുകയും ചെയ്തു. ആത്മീയ അന്തരീക്ഷത്തിന് മാത്രമല്ല, വേദപഠനത്തിന്റെ ഒരു കേന്ദ്രമെന്ന നിലയിലും ഈ ക്ഷേത്രം പ്രശസ്തമാണ്. എല്ലായിടത്തുനിന്നും ജ്ഞാനം തേടുന്നവരെ ആകർഷിക്കുന്നു. കർണാടകയിലെ കൊല്ലൂരിൽ ഉടുപ്പിയിൽ നിന്ന് 80 കിലോമീറ്റർ അകലെ കുടജാദ്രി കൊടുമുടിയുടെ താഴ്വരയിലാണ് ശ്രീ മൂകാംബിക ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ആദി ശങ്കരാചാര്യരുടെ നിർദ്ദേശപ്രകാരം മൂകാംബിക ദേവി ശക്തിയെയും ശിവനെയും സംയോജിപ്പിക്കുന്ന ജ്യോതിർലിംഗ രൂപത്തിലാണ്. ആദി പരാശക്തി ശ്രീ മൂകാംബിക ദേവി യഥാക്രമം മഹാകാളി ദേവി, മഹാലക്ഷ്മി, മഹാസരസ്വതി എന്നീ 3 രൂപങ്ങളെ പ്രതിനിധീകരിക്കുന്നു. കർണാടകയിലെ 7 മുക്തിസ്ഥലങ്ങളിൽ ഒന്നാണ് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം. ഐതിഹ്യം അനുസരിച്ച് ദേവി ത്രിമൂർത്തികളുടെയും എല്ലാ ദേവന്മാരുടെയും ശക്തികളെ തന്നിലേക്ക് സംയോജിപ്പിച്ച് മൂകാസുരൻ എന്ന രാക്ഷസനെ വധിക്കുകയും അതിനുശേഷം ലിംഗത്തിലേക്ക് സ്വാംശീകരിക്കുകയും ചെയ്തു. ആദി ശങ്കരാചാര്യരുമായി ബന്ധപ്പെട്ട ഐതിഹ്യമനുസരിച്ച് ദേവി രാവിലെ ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ വസിക്കുകയും ഉച്ചയോടെ മൂകാംബിക ദേവി ക്ഷേത്രത്തിലേക്ക് മടങ്ങുകയും ചെയ്യുന്നു. എറണാകുളത്ത് നിന്നും 15 കിലോമീറ്റർ അകലെയാണ് ചോറ്റാനിക്കര ഭഗവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ക്ഷേത്രത്തിലെ ദേവി രോഗശാന്തി ശക്തികൾക്ക് പേരുകേട്ടതാണ്, പ്രത്യേകിച്ച് മാനസിക രോഗങ്ങൾ, വൈകല്യങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട്. രാജരാജേശ്വരി, ആദിപരാശക്തി എന്നറിയപ്പെടുന്ന ദിവ്യമാതാവിനെ രാവിലെ സരസ്വതി, ഉച്ചയ്ക്ക് ലക്ഷ്മി, വൈകുന്നേരം ദുർഗ എന്നിങ്ങനെ 3 രൂപങ്ങളിൽ ഇവിടെ ആരാധിക്കുന്നു. 4 അടി ഉയരമുള്ള ഭഗവതിയുടെ സ്വർണ്ണ നിറമുള്ള വിഗ്രഹം പൂക്കളും മാലകളും രത്നങ്ങളും കൊണ്ട് അലങ്കരിച്ച അസംഖ്യം വിളക്കുകളിൽ കുളിച്ചിരിക്കുന്നു. ആദി ശങ്കരാചാര്യർ, വിൽവമംഗലം സ്വാമിയാർ തുടങ്ങിയ ദിവ്യാത്മാക്കൾ രുദ്രാക്ഷശില എന്നറിയപ്പെടുന്ന സ്വയംഭൂവിനെ ആരാധിച്ചിരുന്നു. ശ്രീ മൂകാംബിക സരസ്വതിയും രാവിലെ ക്ഷേത്രത്തിൽ ഉണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. ക്ഷേത്രക്കുളത്തിന്റെ കിഴക്കുവശത്ത് ഭദ്രകാളിയുടെ ഗ്രാനൈറ്റ് വിഗ്രഹമുള്ള കിഴുകാവ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. ഇവിടെ ഭദ്രകാളിയെ ആരാധിക്കുന്നത് ഭക്തരിൽ നിന്ന് ദുഷ്ടസ്വാധീനം, മാനസിക രോഗങ്ങൾ, ദുഷ്ടാത്മാക്കൾ മുതലായവ പുറന്തള്ളുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. 1000 വർഷം പഴക്കമുള്ള പനച്ചിക്കാട് ദക്ഷിണ മൂകാംബിക ക്ഷേത്രം കോട്ടയത്ത് നിന്ന് 11 കിലോമീറ്റർ അകലെയാണ് സ്ഥിതി ചെയ്യുന്നത്. വിഗ്രഹത്തെ മൂടുന്ന ഇഴജന്തുക്കളുടെ ഇലകൾ സരസ്വതി ഇലകളായി കണക്കാക്കപ്പെടുന്നു. ഇവിടുത്തെ നീരുറവയിൽ നിന്ന് വരുന്ന വെള്ളം ദേവിയുടെ പാദങ്ങളിൽ സ്പർശിച്ച് വേനൽക്കാലത്ത് പോലും ഒരിക്കലും ഉണങ്ങില്ല. നെയ്യ് കൊണ്ട് സമ്പുഷ്ടമായിരുന്നു. സരസ്വതി മന്ത്രം ഇവിടെ നിന്നാണ് ഭക്തർക്ക് വിതരണം ചെയ്യുന്നത്. ഈ നെയ്യ് കഴിക്കുന്നത് കുട്ടികളുടെ ബുദ്ധിശക്തിയെ സമ്പന്നമാക്കുന്നു. ഇത് വളരെ നല്ലതായി കണക്കാക്കപ്പെടുന്നു.
പ്രശസ്ത എഴുത്തുകാരൻ AR രാജരാജവർമ്മ കുട്ടിക്കാലത്ത് മണ്ടനായിരുന്നുവെന്നും അസുഖത്തിൽ നിന്നും മുക്തി നേടി ദേവിയുടെ അനുഗ്രഹത്താൽ പ്രശസ്ത എഴുത്തുകാരനും പ്രഭാഷകനുമായി തീർന്നുവെന്നും വിശ്വസിക്കപ്പെടുന്നു. രാജസ്ഥാനിലെ പുഷ്കറിൽ അജ്മീരിൽ നിന്ന് 16 കിലോമീറ്റർ അകലെയാണ് സാവിത്രി ദേവി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അജ്മീർ പുഷ്കർ രാജിൽ സാവിത്രി മാതായുടെ ക്ഷേത്രവുമുണ്ട്. 1000 മീറ്റർ ഉയരമുള്ള കുന്നിൻ മുകളിലാണ് സാവിത്രി മാതാ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഐതിഹ്യം അനുസരിച്ച് സാവിത്രി ദേവിയുടെ സ്ഥാനത്ത് ഗായത്രി ദേവിയോടൊപ്പം ഇരുന്നാണ് ബ്രഹ്മാവ് യജ്ഞം നടത്തിയത്. ഇതുമൂലം സാവിത്രി ദേവി പ്രകോപിതയാകുകയും 1000 മീറ്റർ ഉയരമുള്ള രത്നഗിരിക്കുന്നിൽ ഇരിക്കുകയും ചെയ്തു. പശ്ചിമ ബംഗാളിലെ ജനങ്ങൾ സാവിത്രി മാതയെ കുൽദേവി എന്ന പേരിൽ ആരാധിക്കുന്നു. സാവിത്രി മാതാ ക്ഷേത്രത്തിൽ എത്താൻ 750 പടികൾ കയറണം. റോപ്പ് വേ വഴിയും ക്ഷേത്രത്തിൽ എത്തിച്ചേരാം. സാവിത്രി മാതായുടെ വാസസ്ഥലം സന്ദർശിച്ചതിനു ശേഷം മാത്രമേ ബ്രഹ്മക്ഷേത്രത്തിലേക്കുള്ള സന്ദർശനം പൂർത്തിയാകൂ. 2400 വർഷം പഴക്കമുള്ള കുമാരനല്ലൂർ ദേവി ക്ഷേത്രം കോട്ടയത്ത് നിന്ന് 5 കിലോമീറ്റർ അകലെ കുമാരനല്ലൂരിൽ സ്ഥിതി ചെയ്യുന്നു. ജഗദ്ഗുരു ആദി ശങ്കരാചാര്യർ കുമാരനല്ലൂർ ദേവി ക്ഷേത്രത്തെ ഇന്ത്യയിലെ പഞ്ചമഹാക്ഷേത്രങ്ങളിൽ 5 പ്രധാന ക്ഷേത്രങ്ങൾ ഒന്നായി വിശേഷിപ്പിക്കുകയും അദ്ദേഹം ഈ ക്ഷേത്രത്തിന് 1ാം സ്ഥാനം നൽകുകയും ചെയ്തു. സരസ്വതി, ലക്ഷ്മി, പാർവതി, ദുർഗ, വനദുർഗ എന്നിങ്ങനെ 5 വ്യത്യസ്ത രൂപങ്ങളിലാണ് കാർത്യായനി ദേവിയെ ആരാധിക്കുന്നത്. അതിരാവിലെ സരസ്വതി ദേവിയായി അവളെ ആരാധിക്കുന്നു. പരശുരാമൻ നിർമ്മിച്ച 32 ബ്രാഹ്മണ ഗ്രാമങ്ങളിലൊന്നാണ് കുമാരനല്ലൂർ. കേരളത്തിലെ ചക്രവർത്തിയായിരുന്ന ചേരമാൻ പെരുമാളുമായുള്ള ഐതിഹ്യവുമായി ഈ ക്ഷേത്രം ബന്ധപ്പെട്ടിരിക്കുന്നു. തെലങ്കാനയിലെ കലേശ്വരത്തുള്ള ശ്രീ മഹാസരസ്വതി ക്ഷേത്രം ദക്ഷിണേന്ത്യൻ കാശി എന്നറിയപ്പെടുന്നു. ഇത് നദികളുടെ കവാടത്തിൽ സ്ഥിതി ചെയ്യുന്നു. കൂടാതെ ഒരൊറ്റ പീഠത്തിൽ 2 ലിംഗങ്ങളുള്ള ശിവകാലേശ്വര മുക്തേശ്വര സ്വാമിയുടെ പ്രശസ്തമായ ക്ഷേത്രവും ഇവിടെയുണ്ട്. ഗോദാവരി നദിയുടെയും അതിന്റെ പോഷകനദിയായ പ്രണഹതിയുടെയും സംഗമസ്ഥാനത്താണ് ദേവി മഹാസരസ്വതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. സരസ്വതി ദേവിയെ അന്തർവാഹിനി അഥവാ അദൃശ്യ നദിയായി ഇവിടെ ആരാധിക്കുന്നു. 2ാം കാശിയായി ആരാധിക്കപ്പെടുന്ന ഈ സ്ഥലം നിരവധി ഭക്തർ അവരുടെ പൂർവികരുടെ വിമോചനത്തിനായി വിശുദ്ധ ബലികളും തർപ്പണങ്ങളും നടത്തുന്നു. ജബൽപൂരിൽ നിന്നും 160 കിലോമീറ്റർ അകലെ മധ്യപ്രദേശിലെ മൈഹാറിൽ ത്രികൂട കുന്നിലാണ് മാ ശാരദ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. 1063 പടികൾ കയറി വേണം കുന്നിൻ മുകളിൽ എത്താൻ. നിലവിൽ റോപ്പ് വേ സൗകര്യവും അവിടെ ലഭ്യമാണ്. മൈ അമ്മ, ഹർ മാല എന്നീ 2 വാക്കുകളുടെ മിശ്രിതത്തിൽ നിന്നാണ് മൈഹാർ എന്ന പേര് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ഐതിഹ്യം അനുസരിച്ച് ഈ സ്ഥലത്ത് സതിയുടെ നെഞ്ചിന്റെ ഭാഗം ഇവിടെ വീണു. അതിനാൽ ഇത് പാർവതി ദേവിയുടെ 51 ശക്തി പീഠങ്ങളിലൊന്നായി കണക്കാക്കപ്പെടുന്നു. പ്രധാന ദേവതയായ ശാരദാംബാലിന്റെ വിഗ്രഹം 5 ലോഹങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. തമിഴിൽ അമ്പോൺ. ഒരു കൈയിൽ തേൻകുടം പിടിച്ച് ചിൻമുദ്ര ഭക്തർക്ക് കാണിച്ചു കൊടുക്കുകയും ഇടതു കൈയിൽ പുസ്തകം കാണിക്കുകയും ചെയ്യുന്ന അമ്മ എല്ലാ കാരുണ്യവും പുഞ്ചിരിയും കാണിക്കുന്നു. പട്നയിൽ നിന്ന് 360 കിലോമീറ്റർ അകലെ കതിഹാറിലെ ബെൽവയിലാണ് നീൽ സരസ്വതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. മഹാകവി കാളിദാസ് ഇവിടെ നിന്നാണ് ജ്ഞാനോദയം നേടിയതെന്ന് പറയപ്പെടുന്നു. മഹാകാളി, മഹാഗൗരി, മഹാസരസ്വതി എന്നിവരുടെ വിഗ്രഹങ്ങൾ പുരാതന സരസ്വതി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള തിളക്കമുള്ള കല്ലിൽ നിർമ്മിച്ച നീൽ സരസ്വതിയുടെ വിഗ്രഹം ഇവിടെ സ്ഥാപിച്ചതായി പറയപ്പെടുന്നു. നിർഭാഗ്യവശാൽ 1989 പുരാതന 3 വിഗ്രഹങ്ങൾ മോഷ്ടാക്കൾ മോഷ്ടിക്കുകയും ക്ഷേത്ര മാനേജ്മെന്റ് അവയുടെ സ്ഥാനത്ത് 3 പുതിയ വിഗ്രഹങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തു. എന്നിട്ടും ജനങ്ങളുടെ വിശ്വാസത്തിന് ഒരു കുറവുമില്ല. ഈ സ്ഥലം ഒരു ശക്തിപീഠം എന്നും അറിയപ്പെടുന്നു. ഭക്ഷണവും വെള്ളവും കഴിക്കാതെ ദിവസങ്ങളോളം ധർണയിൽ തുടരുന്ന ഭക്തർ തങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ അമ്മയെ പ്രേരിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു പുരാതന സരസ്വതി ക്ഷേത്രത്തിൽ പ്രതിഷേധം നടത്തുന്ന ഒരു പുരാതന സമ്പ്രദായമുണ്ട്. അടുത്തിടെ നിർമ്മിച്ച ശ്രീ വിദ്യാ സരസ്വതി ശനി ക്ഷേത്രങ്ങൾ വാർഗൽ കുന്നിനു മുകളിൽ സ്ഥിതി ചെയ്യുന്നു. ഹൈദരാബാദിൽ നിന്ന് 50 കിലോമീറ്റർ അകലെ തെലങ്കാനയിൽ ഒരു താഴ്വരയും അതുല്യമായ പാറക്കെട്ടുകളും ഉണ്ട്. ശ്രീകോവിലിലെ ഒരു വെളുത്ത അരയന്നത്തിൽ ഇരിക്കുന്ന ദേവി മുഖത്ത് പ്രസന്നമായ പുഞ്ചിരിയോടെ 4 കൈകളുള്ള വീണ വായിക്കുന്നതും ഒരു സ്പാതിക് മാലയും തിരുവെഴുത്തുകളും പിടിച്ചിരിക്കുന്നതും കാണാം. കിരീടം, ആഭരണങ്ങൾ, മാലകൾ എന്നിവയാൽ അവൾ നന്നായി അലങ്കരിച്ചിരിക്കുന്നു. അവളുടെ പാദങ്ങൾക്ക് താഴെ പവിത്രമായ ശ്രീചക്രമുണ്ട്. ഇതിനായി പതിവായി കുമുകുമാർച്ചന നടത്തുന്നു. സരസ്വതിയുടെ വലുതും ശ്രദ്ധേയവുമായ ഒരു പ്രതിമ ക്ഷേത്രത്തിന് മുന്നിൽ നിൽക്കുന്നു. പടികൾ കയറാൻ കഴിയാത്ത ആളുകൾക്കായി കുന്നിൻ മുകളിൽ എത്താൻ എലിവേറ്റർ സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. 3ാം നിലയ്ക്ക് തുല്യമായ നിലയിലാണ് ഗർഭഗൃഹം സ്ഥിതി ചെയ്യുന്നത്. എറണാകുളത്ത് നിന്ന് 28 കിലോമീറ്റർ അകലെ വടക്കൻ പറവൂരിൽ സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ സരസ്വതി ക്ഷേത്രമാണ് ദക്ഷിണ മൂകാംബിക ക്ഷേത്രം. മനോഹരമായ താമരക്കുളത്തിന്റെ നടുവിലാണ് ബാലപരമേശ്വരി ദേവി. മൂകാംബിക ക്ഷായം എന്നും അറിയപ്പെടുന്ന കഷയ നിവേദ്യം പരമ്പരാഗത രീതിയിൽ ഔഷധസ്യങ്ങൾ ഉപയോഗിച്ച് തയ്യാറാക്കുകയും ജ്ഞാനം വർദ്ധിപ്പിക്കുന്നതിനുള്ള വിശുദ്ധ മരുന്നായി കണക്കാക്കുകയും ചെയ്യുന്നു എന്നതാണ് ക്ഷേത്രത്തിന്റെ പ്രത്യേകത. ഈ കഷായം കഴിക്കുന്നത് കുട്ടികളുടെ ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും മെച്ചപ്പെടുത്തുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. അരിയിലോ നാവിലോ മണലിലോ സ്വർണ്ണ മോതിരം കൊണ്ട് ഹരിശ്രീ എന്ന വാക്ക് എഴുതി ചേർത്ത് ആയിരക്കണക്കിന് കൊച്ചുകുട്ടികൾ അക്ഷരങ്ങളുടെ ലോകത്തേക്ക് പ്രവേശിക്കുന്നു.
ന്യൂഡൽഹിയിൽ നിന്ന് 200 കിലോമീറ്റർ അകലെ രാജസ്ഥാനിലെ പിലാനിയിലെ ബിറ്റ്സിലാണ് സരസ്വതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. 1959 നിർമ്മിച്ച വെളുത്ത മാർബിൾ ക്ഷേത്രമാണ് ശാരദാപീഠം. 20-ാം നൂറ്റാണ്ടിലെ ഈ ആധുനിക ക്ഷേത്രത്തിൽ വാസ്തുവിദ്യ ഐക്യം നെയ്തിട്ടുണ്ട്. ആത്മീയതയുടെയും ശാസ്ത്രത്തിന്റെയും മിശ്രിതമായ ഇത് വിശുദ്ധരുടെയും ശാസ്ത്രജ്ഞരുടെയും പ്രതിമകളും ക്ഷേത്രത്തിന്റെ ചുവരുകൾ അലങ്കരിക്കുന്നു. ഇന്ത്യയിൽ മാത്രമല്ല ജപ്പാൻ, ഇന്തോനേഷ്യ, ബർമ്മ, കംബോഡിയ, നേപ്പാൾ, തായ്ലൻഡ്, ടിബറ്റ് തുടങ്ങിയ വിദേശ രാജ്യങ്ങളിലും സരസ്വതി ദേവിക്ക് ക്ഷേത്രങ്ങളുണ്ട്. ജപ്പാനിൽ 15-ലധികം ബെൻസൈറ്റൻ, ഹിന്ദു തുല്യമായ മാ സരസ്വതി ആരാധനാലയങ്ങളുണ്ട്. എനോഷിമ, ഇറ്റ്സുകുഷിമ, ചിക്കുബുഷിമ എന്നിവയാണ് ഏറ്റവും പ്രധാനപ്പെട്ട 3 ബെൻഡൻ ജിഞ്ചകൾ. ജപ്പാനിൽ ഒരു ചൈനീസ് പ്രഭുവിന്റെ വസ്ത്രം ധരിച്ച് ഒരു ബിവ, ഒരു തരം ലൂട്ട്, കളിക്കുകയും ആഭരണങ്ങളുള്ള കിരീടം ധരിക്കുകയും ചെയ്യുന്ന സുന്ദരിയായ സ്ത്രീയായി ബെൻഡനെ സാധാരണയായി കാണിക്കുന്നു. സംഗീതം, സംസ്കാരമുള്ള പഠനം, വിനോദവുമായി ബന്ധപ്പെട്ട കലകൾ, നദികളുടെയും ജലത്തിന്റെയും ദേവതയാണ് അവർ. ജപ്പാനിലെ ടോക്കിയോയിലെ ഇനോഗാഷിറ പാർക്കിലാണ് ഇനോഗാഷിറ ബെൻസൈറ്റൻ സ്ഥിതി ചെയ്യുന്നത്. ഇനോഗാഷിറ ബെൻസൈറ്റന്റെ പ്രധാന ചിത്രം 8 കൈകളുള്ള ഒരു പ്രതിമയാണ്. ഓരോരുത്തരും ഒരു വാളും വില്ലും അമ്പും പിടിച്ചിരിക്കുന്നു. ശക്തമായ ശക്തിയും കരുണയുള്ള ഹൃദയവും ഉപയോഗിച്ച് എല്ലായ്പ്പോഴും നമ്മെ സംരക്ഷിക്കുന്ന ഒരു കുന്തം. ഹിന്ദു ദേവതയായ സരസ്വതിയിൽ നിന്ന് ഉദ്ഭവിച്ച ജപ്പനീസ് ബുദ്ധ ദേവതയാണ് എനോഷിമ ബെൻസൈറ്റൻ. ഹിന്ദു പാരമ്പര്യത്തിൽ സരസ്വതി ഒരു സംഗീത ഉപകരണമായ വീണയും ജാപ്പനീസ് പതിപ്പായ ബെൻസൈറ്റനും പരമ്പരാഗത ജാപ്പനീസ് ലൂട്ടായ ബിവ കൈവശം വയ്ക്കുന്നു. ദ്വീപിൽ 5 തലയുള്ള ഡ്രാഗണിന്റെ ഒരു ഐതിഹ്യമുണ്ട്. ചുറ്റുമുള്ള പ്രദേശത്തെ ബുദ്ധിമുട്ടുകൾക്ക് ഡ്രാഗൺ ഉത്തരവാദിയായിരുന്നു. ദയാലുവായ ബെൻസൈറ്റൻ ഒടുവിൽ ഡ്രാഗണിന്റെ കോപം ശമിപ്പിക്കാൻ മുകളിൽ നിന്ന് വന്നു. ജപ്പാനിലെ കനഗാവ പ്രിഫെക്ചറിലെ കമഗുരയിലെ ഒരു ഷിൻഡോ ആരാധനാലയമാണ് സെനിയറായ ബെൻസൈറ്റൻ ഉഗാഫുകു ദേവാലയം. വലിപ്പം ചെറുതാണെങ്കിലും കനഗാവ പ്രിഫെക്ചറിലെ കാമഗുരയിലെ സുരുഗോഗ ഹച്ചിമാൻഗു കഴിഞ്ഞാൽ ഏറ്റവും ജനപ്രിയമായ 2ാമത്തെ സ്ഥലമാണിത്. സെനിയറായി ബെൻസൈറ്റൻ വിനോദസഞ്ചാരികൾക്കിടയിൽ ജനപ്രിയമാണ്. കാരണം അതിന്റെ ഗുഹയിലെ ഒരു നീരുറവയിലെ വെള്ളത്തിന് അതിൽ കഴുകിയ പണം വർദ്ധിപ്പിക്കാൻ കഴിയുമെന്ന് പറയപ്പെടുന്നു. ജക്കാർത്തയിൽ നിന്ന് 1180 കിലോമീറ്ററും സുറബായിൽ നിന്ന് 428 കിലോമീറ്ററും അകലെയായി ബാലി, ഇന്തോനേഷ്യയിലെ കബുപറ്റൻ ജിയാൻയാറിലെ ഉബുഡിലാണ് സരസ്വതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ബാലിയിലെ കെകാക്ക് നൃത്തം കാണാൻ ഏറ്റവും മികച്ച സ്ഥലങ്ങളിൽ ഒന്നാണ് ഉബുദ്. പിങ്ക് താമര പൂക്കളുടെ ഒരു വലിയ കുളവും വൃത്തിയായി ക്രമീകരിച്ചിരിക്കുന്ന വാട്ടർ പാർക്കും ഈ ക്ഷേത്രത്തിലുണ്ട്. ക്ഷേത്രത്തിന്റെ വടക്ക് കിഴക്ക് ഭാഗത്താണ് ഒരു പദ്മാസന ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ പദ്മാസനത്തിന്റെ അടിത്തറ കോസ്മിക് ആമയുടെയും നിരവധി നാഗങ്ങളുടെയും പാരസ് കൊത്തുപണികളാൽ അലങ്കരിച്ചിരിക്കുന്നു. ഇവ രാക്ഷസന്മാരുടെ ഭൂർ ലോകത്തെ പ്രതിനിധീകരിക്കുന്നു. പദ്മാസനത്തിന്റെ മുകൾ ഭാഗത്ത് ബാലിനീസ് ഹിന്ദു ദേവഗണത്തിലെ ഏറ്റവും ഉയർന്ന ദേവതയായ അസിന്ധ്യയുടെ ചിത്രം അലങ്കരിച്ച സ്വർണ്ണ ശൂന്യമായ സിംഹാസനമുണ്ട്. നേപ്പാളിലെ കാഠ്മണ്ഡുവിലെ ലാസിംബട്ടിലാണ് നീൽ സരസ്വതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. സരസ്വതിയുടെ ഈ വിഗ്രഹങ്ങൾ കൈകളിൽ കിരണങ്ങളും പുസ്തകങ്ങളും മാലകളും പിടിച്ചിരിക്കുന്നത് കാണാം. ബുദ്ധമതക്കാർ ഈ വിഗ്രഹത്തെ മഞ്ജുശ്രീയായും ഹിന്ദുക്കൾ സരസ്വതിയായും ആരാധിക്കുന്നു. സരസ്വതി ക്ഷേത്രങ്ങൾ നൂറ്റാണ്ടുകളായി നിലവിലുണ്ട്. പക്ഷേ പ്രകൃതിയുടെ പ്രവൃത്തികളും ആക്രമണകാരികളുടെ നാശവും കാരണം അവയ്ക്ക് കേടുപാടുകൾ സംഭവിച്ചു. ഉത്തരാഖണ്ഡിലെ ബദ്രിനാഥിൽ നിന്ന് 3 കിലോമീറ്റർ മാത്രം അകലെയുള്ള മന ഗ്രാമത്തിനടുത്താണ് മാതാ സരസ്വതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. സരസ്വതി ദേവി ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത് ഇവിടെയാണെന്നാണ് വിശ്വാസം. അതുകൊണ്ടാണ് ഇതിനെ സരസ്വതിയുടെ ജന്മസ്ഥലം എന്നും വിളിക്കുന്നത്. ഇവിടെ സരസ്വതി നദിയുടെ കൽക്കൽ അരുവി പർവ്വതത്തിന്റെ നടുവിൽ നിന്ന് ഉദ്ഭവിക്കുന്നു. സരസ്വതി ദേവിയുടെ ഒരു ചെറിയ ക്ഷേത്രം ഇവിടെയുണ്ട്. ഉത്തരാഖണ്ഡിലെ ഈ ദിവ്യസ്ഥലത്ത് നിന്നാണ് പാണ്ഡവർ സ്വർഗത്തിലേക്ക് യാത്ര ചെയ്തത്. വേദ് വ്യാസ് എന്ന മഹർഷി മഹാഭാരതം രചിച്ചതും ഇവിടെ വച്ചാണ്. കശ്മീർ സരസ്വതി ക്ഷേത്രം കശ്മീർ അതിർത്തിയിലെ ശാരദപീഠം വേദകൃതികൾ, തിരുവെഴുത്തുകൾ, വ്യാഖ്യാനങ്ങൾ എന്നിവയുടെ ഉന്നത പഠനത്തിന്റെ പ്രധാന കേന്ദ്രമായി ഈ ദേവാലയം ഒരു കാലത്ത് കണക്കാക്കപ്പെട്ടിരുന്നു. 5000 വർഷത്തിലധികം ഇന്ത്യൻ പൈതൃകത്തിന്റെ മഹത്തായ ചരിത്രമുണ്ട്. സതീദേവിയുടെ വലതുകൈ വീണ കശ്മീർ സരസ്വതി ക്ഷേത്രം ശക്തിപീഠമായി കണക്കാക്കപ്പെടുന്നു. ഇപ്പോൾ ക്ഷേത്രത്തിന്റെ അവശിഷ്ടങ്ങൾ മാത്രമാണ് ഉള്ളത്. ഈ ക്ഷേത്രത്തിലാണ് ജഗദ്ഗുരു ആദി ശങ്കരാചാര്യർക്ക് സർവഞ്ജന പീഠത്തിൽ ധ്യാനത്തിന്റെ സിംഹാസനം ഇരിക്കാനുള്ള അവകാശം ലഭിച്ചത്. ശാരദയുടെ ചിത്രം ശൃംഗേരി ശാരദാംബ ക്ഷേത്രത്തിൽ ചന്ദനം കൊണ്ട് നിർമ്മിച്ചത് ശങ്കരാചാര്യരാണെന്ന് പറയപ്പെടുന്നു. വൈഷ്ണവ സന്യാസി സ്വാമി രാമാനുജൻ ഇവിടെ സംരക്ഷിച്ചിരിക്കുന്ന ബ്രഹ്മസൂത്രങ്ങളെക്കുറിച്ചുള്ള ബോധയാനന്റെ വൃത്തി പരാമർശിക്കാൻ ശ്രീരംഗത്ത് നിന്ന് യാത്ര ചെയ്തു. ഇൻഡോറിൽ നിന്നും 65 കിലോമീറ്റർ അകലെ മധ്യപ്രദേശിലെ ധാറിലാണ് ഭോജ്ശാലയിലെ പുരാതന സരസ്വതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. സരസ്വതി ദേവിയുടെ കടുത്ത ഭക്തനായിരുന്ന പാർമർ രാജവംശത്തിലെ രാജാ ഭോജ് 1034 ഇവിടെ ഒരു കോളേജ് സ്ഥാപിച്ചു. ഇത് പിന്നീട് ഭോജ്ശാല എന്നറിയപ്പെട്ടു. അലാവുദ്ദീൻ ഖിൽജി ഭോജ്ശാല തകർക്കുകയും പിന്നീട് ദിലാവർ ഖാൻ ഗൗരിയും മഹ്മൂദ് ഷാ ഖിൽജിയും ഭോജ്ശാലയുടെ ഒരു ഭാഗത്ത് ഒരു പള്ളി പണിയുകയും ചെയ്തു. ഇപ്പോൾ ഇത് ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലാണ്.
ഈ മനോഹരമായ ക്ഷേത്രങ്ങളിലൂടെയുള്ള നമ്മുടെ യാത്ര അവസാനിപ്പിക്കുമ്പോൾ സരസ്വതി ദേവിയുടെ പാരമ്പര്യം എണ്ണമറ്റ ഭക്തരെയും അറിവ് അന്വേഷിക്കുന്നവരെയും പ്രചോദിപ്പിക്കുന്നുവെന്ന് വ്യക്തമാണ്. പ്രാർത്ഥനകൾ കൊണ്ട് പ്രതിധ്വനിക്കുന്ന പുരാതന കല്ലുകൾ മുതൽ പഠനത്തെ പരിപോഷിപ്പിക്കുന്ന ആധുനിക സങ്കേതങ്ങൾ വരെ ഓരോ ക്ഷേത്രവും ഭക്തിയുടെയും ജ്ഞാനത്തിന്റെയും കഥറയുന്നു. ഇന്ന് ഞങ്ങളോടൊപ്പം ചേർന്നതിന് നന്ദി. വിശുദ്ധ ക്ഷേത്രങ്ങളുടെ കൂടുതൽ പ്രബുദ്ധമായ പര്യവേക്ഷണങ്ങൾക്കായി ഇഷ്ടപ്പെടുകയും പങ്കിടുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക.